പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് 11:30 പരിശോധന നടത്തും. ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘമാണ് സംയുക്ത സുരക്ഷാ പരിശോധന നടത്തി പദ്ധതി തയ്യാറാക്കുക. ഇത് പരിശോധിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സർക്കാർ തലത്തിലുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ട് നടപ്പാക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, ഈ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ 4 പെൺകുട്ടികളുടെ മരണം സംഭവിച്ചതിന് ശേഷം അവിടെയുള്ള നാട്ടുകാർ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ജനരോഷമുണ്ടായിരുന്നു. അതിൽ ജനപ്രതിനിധികൾ അടക്കം ചെന്ന് അവരെ അനുനയിപ്പിച്ചതിന് ശേഷം നൽകിയ ഒരു വാക്കാണ്. കാരണം ഈ ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞത് ഈ ഒരു വിഷയത്തിലൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ്. കാരണം കൃത്യമായ ജനരോഷം ഉണ്ടായതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയാണ്. മറ്റ് വിശദ വിവരങ്ങളും കൂടി. തീർച്ചയായിട്ടും ദേവിക, 11:30 തന്നെ ഉദ്യോഗസ്ഥ സംഘം ഈ പനയമ്പാടത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെയും അതുപോലെ തന്നെ ദേശീയപാത വിഭാഗത്തിന്റെയും ജില്ലാ പോലീസ് മേധാവി, ഒപ്പം തന്നെ RDO ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പനയമ്പാടത്തേക്ക് എത്തുക. പനയമ്പാടത്തെ ഈ വളവ് ഇത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. ഈ വളവാണ് അപകടത്തിന് ഒരു കാരണമായിട്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്ന യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു പ്രശ്നമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ റോഡ് വളരെ മിനുസമാണ്. നേരത്തെ അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ഇതൊന്ന് പരുക്കനാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോഴത് വീണ്ടും വലിയ മിനുസമായി മാറിയിരിക്കുന്നുണ്ട്. അതൊക്കെ അപകടത്തിന് വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അത് ഏതായാലും ഇന്ന് എത്തുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും. അവരുടെ ആ ഒരു പരിശോധനകൾക്ക് ശേഷമായിരിക്കും എന്താണ് ഇനി അടുത്ത ഒരു നടപടി എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അതായത് കൃത്യം 11:30 ഈ വിവിധ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അതിന് മുൻപായിട്ട് മന്ത്രി ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇവിടെ റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10:30 റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഏകദിന ഉപവാസ സമരം, സത്യാഗ്രഹ സമരം അവരിവിടെ ആരംഭിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല നിരാഹാര സമരം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നു മുതൽ അനിശ്ചിതകാലമായി ഇവിടെ സമരം നടത്തുകയാണ് കോൺഗ്രസും പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൽ തങ്ങൾക്ക് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ആ ദുരിതം ഇല്ലാതാവണമെങ്കിൽ ഒരു ശാശ്വത പരിഹാരം ഇവിടെ വേണം. 1-2 അപകടങ്ങളല്ല, 55ഓളം അപകടങ്ങളാണ് ഈ പനയമ്പാടത്ത് മാത്രം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു നടപടി ആവശ്യമുണ്ട്. ആ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ലീഗിന്റെയും കോൺഗ്രസിന്റെയും സമരങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ സംഘം ഈ പനയമ്പാടം സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാറും ഈ അപകട സ്ഥലവും സന്ദർശിക്കുകയും ഒപ്പം ഈ അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീട് ഉൾപ്പെടെ സന്ദർശിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടികളുടെ വീട് സന്ദർശിക്കുമ്പോൾ സർക്കാർ അവർക്ക് ധനസഹായം പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ദേവിക, ശരി. തത്സമയം പാലക്കാട് നിന്ന് ചേർന്നത് അരുൺ ആലത്തൂരാണ്.